ഈ പ്രമേഹ രോഗികളിൽ പുകച്ചിൽ, തരിപ്പ് ഇതെല്ലാം മാറിയിട്ട് സ്പർശനശേഷി ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുന്നുണ്ട്. അപ്പോൾ നോർമൽ ഫുഡിൽ നിന്ന് ഈ ഡയബറ്റിക് ഫുഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തോരം സമയമെടുക്കും? അതെങ്ങനെയാണത് അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നത്? പ്രമേഹ രോഗത്തിൻ്റെ എല്ലാ സങ്കീർണതകളും ഏറെക്കുറെ വരണമെങ്കിൽ ഒരു 5 വർഷക്കാലം കഴിഞ്ഞാണ് വരാറ്. എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനും ഇത് വരണം എന്നില്ല. ഇല്ല, നിർബന്ധമില്ല. ഇപ്പോൾ പ്രമേഹ രോഗം ആദ്യ കാലഘട്ടം മുതൽക്കേ നന്നായി ചികിത്സിക്കുന്ന രോഗികൾക്ക് ഒരുപക്ഷെ ഒരു പരിധിവരെ ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ സാധിക്കും. അതുപോലെയാണ് പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പ്രമേഹം എന്നുള്ളത് കൂടാതെ തന്നെ പല ഘടകങ്ങളുമുണ്ട് ഇത് നിശ്ചയിക്കുന്നത്. ഒന്ന്, നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഒരുപാട് കൂടുതലുള്ള പ്രമേഹ രോഗികളിൽ ന്യൂറോപ്പതി എന്തുകൊണ്ടോ അത് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുന്ന പ്രമേഹ രോഗികളിൽ ഒരു ഡബിൾ ഇൻസൾട്ടാണ്. പ്രമേഹം കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിനു പുറമെ മദ്യം കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞരമ്പുകൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ടോട്ടൽ വെജിറ്റേറിയൻസ് ആയിട്ട് വൈറ്റമിൻ B12 കുറവുള്ള രോഗികളിൽ ഒക്കെ ഈ പ്രശ്നങ്ങൾ വരാൻ, തീവ്രത കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പ്രമേഹത്തിനെ തന്നെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഒരുപാട് കൂടി നിൽക്കുന്നു, പിന്നെ കുറയുന്നു, പിന്നെ കൂടുന്നു, ഇത്തരത്തിലുള്ള കോൺസ്റ്റൻ്റ് അല്ലാതെ കണ്ടിന്യൂസ്ലി ഒരു കറക്റ്റ് കൺട്രോൾ ഇല്ലാത്ത പേഷ്യൻസിൽ ഏറ്റക്കുറച്ചിലുകൾ, അതിന് നമ്മൾ വേരിയബിലിറ്റി എന്നാണ് പറയുക. ഈ വേരിയബിലിറ്റി കൂടുതലുള്ള രോഗികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ സാധ്യത, പ്രത്യേകിച്ച് ഈ നെർവ് ഡിസ്ഫങ്ഷൻ, ഇനി ന്യൂറോപ്പതി എന്നാണ് പറയുക, സയൻറ്റിഫിക് അതിൻ്റെ നാമം അതാണ്. അപ്പോൾ ഈ ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമ്മൾ പറയാറുണ്ട് പെയിൻ എന്ന് പറയുന്നത്, നമുക്ക് വേദന എന്ന് പറയുന്നത് പൊതുവേ ആർക്കും ഇഷ്ടമുള്ള ഒരു സെൻസേഷൻ അല്ല. എങ്കിൽ പോലും അത് ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള പല ഇഞ്ചുറീസിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു സെൻസേഷനാണ്. അതില്ലാണ്ട് വരുമ്പോൾ പ്രമേഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാവാനുള്ള സാധ്യത, മുറിവുണ്ടായാൽ അത് ശ്രദ്ധയിൽപ്പെടാതെ പോകാനുള്ള സാധ്യത, അതുകൊണ്ട് തന്നെ അത് കരിയാതെ പോകാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പെയിൻ എന്ന് പറയുന്ന സെൻസേഷൻ പോകുന്നത് ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. അപ്പോൾ പ്രമേഹ രോഗം ആദ്യഘട്ടങ്ങളിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി ചികിത്സിച്ചു പോവുക, നിയന്ത്രിച്ചു പോവുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം.